നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഇന്നേ ദിവസത്തിന് പ്രാധാന്യമുണ്ട്. ശനി തന്റെ സ്വന്തം രാശിയായ കുംഭത്തിൽ സ്ഥിതി ചെയ്യുകയും കുംഭത്തിൽ സൂര്യനും ബുധനും ഒപ്പം ത്രിഗ്രഹയോഗം രൂപീകരിക്കുകയും ചെയ്യുന്നു. അതേസമയം ബുധൻ കുംഭത്തിലെ പൂരം നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ച് സൂര്യനുമായി ബുധാദിത്യ യോഗം സൃഷ്ടിക്കുന്നതാണ്. കൂടാതെ ചന്ദ്രൻ തൃക്കേട്ടയിൽ നിന്നും മൂലം നക്ഷത്രത്തിലേക്കും വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും പ്രവേശിച്ച് ചൊവ്വയുമായി സമസപ്തക യോഗവും ലക്ഷ്മി യോഗവും രൂപപ്പെടുവാൻ കാരണമാവുകയും ചെയ്യും. ഈ ശുഭയോഗങ്ങൾ ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാകുന്നു. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യം വരുന്ന 3 ദിവസങ്ങൾ ഇവർക്ക് കൂടുതൽ അനുകൂലമായി തീരാം. ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാർക്ക് 3 ദിവസങ്ങൾ അനുകൂലമായി ഭവിക്കാം. ബിസിനസ് പരമായ നേട്ടങ്ങൾ, സംരംഭങ്ങൾ അനുകൂലമാവുക, മികച്ച ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. പരിചയമില്ലാത്ത ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വളരെ കാലമായി കാത്തിരുന്നതായ പല സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും ആദരവും അംഗീകാരവും വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പ്രണയകാര്യങ്ങളിൽ പോലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായി വന്ന് ഭവിക്കും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുക. താൽക്കാലികമാണ് എങ്കിലും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുക. തടസ്സങ്ങളാൽ അകന്നു നിൽക്കുന്നതായ ചില കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. ശരിയായ രീതിയിൽ ഈ സമയം വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിയിലുള്ളവർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. മുതിർന്ന സഹപ്രവർത്തകരുടെ കാര്യങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. ഉപദേശങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ഇവരുമായി ബന്ധപ്പെട്ട് അനുകൂല ഫലങ്ങൾ തന്നെ വന്നു ചേരാം. ബിസിനസ് പരമായ വികസനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം പ്രശസ്തി വർദ്ധിപ്പിക്കുന്ന ചില കാര്യങ്ങളിൽ, ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ സാധിച്ചു എന്ന് വരാം. വിദേശ ജോലികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ലാഭം നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ വളരെ ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീർന്നു എന്ന് വരാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗുണമേന്മയുള്ള പല കാര്യങ്ങളും, അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക, സമയം ചെലവഴിക്കുക, തന്മൂലം അവസരങ്ങൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. പ്രധാനമായും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യമാണ് കടന്നു വരിക. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്ര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ബന്ധങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. കൂടാതെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായ മാറ്റങ്ങൾ, പോസിറ്റീവായ ചിന്തകൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ പണം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായ ആശ്വാസമാണ് എങ്കിലും
ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പണം തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പല വ്യക്തികളുടെയും സഹായത്തോടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കുടുംബപരമായ പ്രശ്നങ്ങളാണ് എങ്കിലും നിങ്ങൾക്ക് പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സുഹൃത്തുക്കളുടെ സഹായം നിങ്ങൾക്ക് പല അവസരങ്ങളിലും ലഭിക്കാം. പ്രതീക്ഷിക്കാത്ത വ്യക്തികളുടെ സഹായം പോലും നിങ്ങളെ തേടി എത്തുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, ഭാഗ്യം തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങളും മറ്റ് അനുകൂലമായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാണ് വന്ന് ഭവിക്കുക. പ്രധാനമായും വിജയത്തിലേക്കുള്ള കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബുദ്ധി സാമർഥ്യത്തിലൂടെ പ്രവർത്തിക്കുവാനും വിജയങ്ങൾ നേടുവാനും സാധിച്ചു എന്ന് വരാം. പല ജോലികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. വിജയങ്ങൾ നേടുവാനുള്ള അവസരങ്ങൾ കടന്ന് വരാവുന്നതാണ്. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. കൂടാതെ വാങ്ങാൻ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആരോഗ്യ കാര്യങ്ങളിൽ കാര്യങ്ങൾ അല്പം അനുകൂലമായി തീർന്നു എന്ന് വരാം. പല കാര്യങ്ങളിലും പിന്തുണ, പ്രത്യേകിച്ചും സുഹൃത്തുക്കളുടെ പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായി വരും എങ്കിൽ പോലും അതെല്ലാം ശരിയായ രീതിയിൽ നിങ്ങൾക്ക് കൈക്കൊള്ളുവാൻ സാധിക്കും. തീരുമാനങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. താൽക്കാലികമായി ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ പോലും കൂടുതലാകുന്നു. ഇപ്പോൾ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുക, പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളിലും സ്വാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സുഹൃത്ത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതായ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക, പിന്തുണ, സഹായം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വളരെ കാലമായി നീണ്ടുപോയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ അഥവാ വിജയ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതാണ്. ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ വേണ്ടപ്പെട്ടവരുമായി പങ്കിടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ, ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് ധനപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആശ്വാസകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം പ്രതീക്ഷിക്കാവുന്നതായ സമയം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക.